തിരുപ്പതി പോയ വിശേഷങ്ങൾ അറിയണ്ടേ? വായു പറഞ്ഞുതരാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങള് കോയമ്പത്തൂരിന്ന് ആന്ധ്രാപ്രദേശിലെ റെനിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. 4 മണിക്കുള്ള ട്രെയിനിന് കയറിയിട്ട് നമ്മൾ 1 മണിയായിട്ടോ ഇവിടെ എത്താൻ. ദർശനത്തിന് വേണ്ടിയിട്ട് പ്രീ ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. മണിക്കൂറുകൾക്കുള്ളിലാണ് കേട്ടോ ടിക്കറ്റ്സ് എല്ലാം വിറ്റുപോവാ. സ്റ്റേഷനിൽ തന്നെ നമ്മളൊരു വണ്ടി പിടിച്ചിട്ട് മാധവം റെസ്റ്റ് ഹൗസിലേക്ക് വന്നു കേട്ടോ. ദർശൻ ടിക്കറ്റ് നമുക്ക് 2 സ്ഥലത്തു നിന്നായിട്ട് കിട്ടുവേ. അതിലൊന്ന് മാധവം റെസ്റ്റ് ഹൗസ് ആയിരുന്നു. പക്ഷെ ടിക്കറ്റ് കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ അവിടെ തന്നെ കിടന്ന് ഉറങ്ങണമൊക്കെ കണ്ടുവേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് കിട്ടുണ്ടാവോ ആവോന്ന്. 2 മണി ടു 3 മണിയുടെ ഉള്ളില് SSDയിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു കേട്ടോ. നമ്മൾ വന്നതിന്റെ പിറ്റേ ദിവസം പുലർച്ചയ്ക്കാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തിരുപ്പതി ഏരിയയിലുള്ള ബാക്കി അമ്പലങ്ങളൊക്കെയും വിസിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂ കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെയാണ് ഇത്ര ദർശനം നടത്തേണ്ടത്. പിന്നെ വലിയൊരു ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റി കേട്ടോ. കേറി പോണ വഴി മൊത്തം ശരിക്കും ഒരു കാട് ഏരിയ പോലെയൊക്കെയാണ് കേട്ടോ. താഴെ നിന്ന് നോക്കിയാൽ നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ തിലകം നമുക്കിങ്ങനെ ആ ഇരുട്ടത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അത് നല്ല രസമായിരുന്നു. അത്രയും ദൂരമൊക്കെ നടന്ന് കയറി വരുന്നവരുണ്ടെന്ന് അവർക്ക് ദർശനത്തിന് സുഖമായിട്ട് കയറാൻ പറ്റുന്നതാണ് കേട്ടോ കേട്ടെ. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ അമ്പലം വകയുള്ള ബസ്സാണ് കേട്ടോ. അത് ഫ്രീ സർവീസ് ആയിരുന്നു. അവിടെ ശരിക്കും റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ അമ്പലം വകയുള്ള റൂമുകൾക്ക് 50 രൂപയുള്ളൂന്നാ പറഞ്ഞത്. ആ റൂമുകളിൽ തങ്ങുവാണെങ്കിൽ നമുക്ക് അമ്പലം വിസിറ്റിനും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. അതായത് രാത്രി വന്ന് ഞങ്ങള് രാവിലെയാണ് റൂമിൽ കയറുന്നത്. റൂം അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെ ആയിരുന്നു കേട്ടോ. 4 ആൾക്കാണ് അവര് റൂം തരുന്നത്. പിന്നെ അത്യാവശ്യം ക്ലീൻ ആയിരുന്നു, എല്ലാം കൊണ്ടും ഒക്കെ ആയിരുന്നു. അതിന്റെ തൊട്ടൊക്കെയും ഇതുപോലത്തെ റൂംസ് ആണ്. പിന്നെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും അവിടെ തന്നെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, അത്യാവശ്യം ക്ലീൻ ആണ്, ഹീറ്ററും സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ തിരുപ്പതി യാത്ര ഡേ 1 ആണ് കേട്ടോ. ഇന്ന് തല മൊട്ടടിക്കുന്ന ദിവസമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ പോയിട്ട് തലയൊക്കെ മൊട്ടടിച്ച് മുടിയൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ വരിക മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട്. മൊട്ടടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെച്ചെങ്കിൽ മുടിയുടെ കുഞ്ഞൊരു കഷ്ണം മുറിച്ചെടുത്താലും മതി കേട്ടോ. ആ ചേട്ടൻ നമ്മുടെ മുടിയുടെ ഉള്ളിൽ നിന്ന് അറഞ്ചം പുറഞ്ചോ അവിടെ നിന്ന് ഒക്കെ മുറിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് മുറിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഓക്കെ ഇതുകൊണ്ട് കുഞ്ഞിതായിട്ടൊന്ന് മുറിച്ചു. അങ്ങനെ എന്റെ മുടി മുറിക്കൽ കഴിഞ്ഞു. വിഷ്ണുവിനെ കൊണ്ട് മൊട്ടടിപ്പിക്കാൻ ഞാൻ നോക്കിയെങ്കിലും അവൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൻ്റെയൊക്കെ അതെ കുഞ്ഞൊരു കഷ്ണം മുടി എടുത്തു. പിന്നെ മുടി മൊട്ടടിക്കാനുണ്ടായിരുന്നത് അച്ഛൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ അത് കാര്യമായിട്ട് തന്നെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ സാരിയൊക്കെ എടുത്ത് സുന്ദരി ആയതല്ലേ. അപ്പൊ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള പുറപ്പാടിലാണ്. നല്ല മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാല് നല്ല കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇടാത്തെ. അങ്ങനെ ഞങ്ങൾ ബാക്കി അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള യാത്ര തുടങ്ങിട്ടോ. അവിടെ കൂടുതലും ഈ ടൈപ്പ് വണ്ടികളാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലി കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിഷ്ണുവിന്റെ മടിയിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടെയുള്ള കുറേ അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടോ. ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് ഓൾറെഡി 2 ദിവസമായിട്ട് നടത്തമായതുകൊണ്ടും എനിക്ക് ഒരുപാടൊന്നും കാണാനൊന്നും പറ്റിയില്ല. എന്നാലും അത്യാവശ്യമൊക്കെ ഞാൻ കവർ ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മളുള്ളത് ഒരു റോക്ക് ഗാർഡനിലാണ്. ഇതിന്റെ അങ്ങ് പോയാൽ ഭയങ്കരമായിട്ട് കാണാനുണ്ട്, അമ്പലം അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് എന്ന് അമ്മയും ചേച്ചിമാരൊക്കെ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയില്ലായിരുന്നു, കാരണം എനിക്ക് ഇനിയും നടക്കണ്ടേ, നാളെയും മറ്റന്നാളൊക്കെ നടക്കണ്ടേ. അപ്പം പിന്നെ ഇന്ന് മൊത്തം നമ്മുടെ എല്ലാ ഒരു ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതും ഇതൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞത് നമ്മൾ പിന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകണം കേട്ടോ. എന്നാലാണ് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് എത്തില്ല, കാരണം അത്രയധികം സ്ഥലങ്ങൾ ആ ഒരു ഏരിയയിൽ തന്നെ കാണാനുണ്ട്. അതൊക്കെയും നമ്മളൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. നമ്മളങ്ങനെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും പേര് എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. പിന്നെ എവിടെ പോയാലും കുറേ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് നടക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നെ എനിക്ക് കാലൊക്കെ ഒരു വിധായിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ റൈറ്റ് ലെഗിന് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ പോയൊരു സ്ഥലമാണ് പാപനാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിറയെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നിറയെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ കുളിക്കണം എന്നാ പറയുക. പക്ഷെ നമുക്കങ്ങനെ കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് കുളിച്ചായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കൈയും കാലൊക്കെ കഴുകി അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പേരും ഒക്കെ കൂടി കണ്ടിട്ട് നമ്മളതിൽ ഗംഗ
ഗംഗയിലൊക്കെ മുങ്ങി കുളിക്കുന്ന പോലത്തെ ഒരു ഇതാന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഇതിനെക്കുറിച്ച് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞൊരു അമ്പലം, പിന്നെ തൊട്ടന്നെ ഒരു ഡാം പോലത്തെ എന്തോ കണ്ടു കേട്ടോ. പിന്നെ അവിടുത്തെ അമ്പലത്തിൽ തൊഴിലായി, ആ വെള്ളത്തിൽ കളിക്കലായി, അങ്ങനെയൊക്കെ. പിന്നെ അവിടെ നിറയെ കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അങ്ങനെ അന്ന് മൊത്തം കറങ്ങി ഒരു വിധമായി നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വലിയ പൂരിയാണ് കേട്ടോ കിട്ടുക. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡേ 2. ഡേ 1 കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഡ്രസ്സ് മാറി ഇറങ്ങി വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് 11 മണിക്ക് നമുക്ക് ദർശനത്തിന്റെ ക്യൂവില് കയറണം. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്രീ ബസ്സസ് കാണിച്ചു തന്നില്ല, അതിലാണ് കേട്ടോ നമ്മൾ പോകണം. ഗുരുവായൂർ അമ്പലത്തെ പോലെ കിഴക്കേ നട പടിഞ്ഞാറേ നട എന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഏതോ ഒരു ഭാഗത്ത് അവർ ഇറക്കി തന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആധാർ കാർഡും അങ്ങനത്തെ ഐഡന്റിറ്റി എന്തെങ്കിലും കൈ പിടിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അങ്ങനെ നമ്മൾ നേരെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. തലേന്ന് എടുത്ത ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. കാരണം അവിടെ മൊത്തം ഇങ്ങനെ ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക, നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 5 to 6 കിലോമീറ്ററോളം തന്നെ അവർ ക്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും എൻ്റെ സ്റ്റിക്ക് ഇതാ തത്തമോള് കൊണ്ടിടാണ്ടില്ലേ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. കാരണം അത്ര അധികം ക്യൂ നിൽക്കാൻ പോവാന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇത്രയുണ്ട്. നടന്ന് വന്നപ്പോഴാണ് ദൈവം ഇത് എന്തോരാന്ന് തോന്നിപ്പോയത്. എങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ മാനേജ് ചെയ്തു. വിഷ്ണുക്കെ ഇത് ഇവിടെ വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ക്ഷീണുണ്ട് എല്ലാവർക്കും. എന്നാലും ഞങ്ങൾ സുന്ദരി മണികളായിട്ടില്ലേ, ഭയങ്കര കാര്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഓൺ ദ വേയിലൊക്കെയും നമുക്ക് വാഷ്റൂംസും വെള്ളം കുടിക്കാനുള്ള സൗകര്യവും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ഇരിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 11 മണിക്ക് കയറിയ ഞങ്ങൾ തൊഴുമ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും നേരം ഇരുന്നും നിന്നും നടന്നും ഒക്കെ ആയിട്ട് സമയം കളഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് 6 കിലോമീറ്ററോളം നമ്മൾ നടന്ന് പോവുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് കയറി വരുമ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയണേ ഇല്ല ഇത് അമ്പലത്തിൻ്റെ എവിടേക്കാണ് എത്തിപ്പെടുക, എവിടെയാണ് ശരിക്കുള്ള ഈ ഒരു മെയിൻ ഏരിയ വരുന്നത്, കോവിൽ വരുന്നത്, എവിടെയൊന്നും അറിയുന്നില്ല. പക്ഷേ എത്തി വന്നപ്പോഴാണ് ശരിക്കും എവിടെയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അതായത് തല മൊട്ടടിക്കാൻ ചെല്ലണ സമയത്ത് ആ ഒരു ഏരിയയിലായിട്ട് തന്നെ നമുക്ക് വലിയ ഒരു ഗോപുരം കാണാൻ പറ്റും. ഈ ഒരു പഴമ ഫീൽ ചെയ്യുന്ന ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഗോപുരം, അത് തന്നെയാണ് ഗോപുരം. പക്ഷെ നമുക്കത് മനസ്സിലാവുകയില്ല കേട്ടോ. ഈ ക്യൂ നിന്ന് വരുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ അവിടേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മോ ശരിക്കും ആ നല്ല രസമാണല്ലോ. ഈ തിരുപ്പതി ലഡു കഴിക്കണേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഏരിയയിൽ അവിടെ പരക്കണ മണമാണ് കേട്ടോ. ഭയങ്കര മത്ത് പിടിപ്പിക്കുന്ന ഒരു മണവും പിന്നെ മഞ്ഞ വെളിച്ചവും പിന്നെ ഈ മഞ്ഞ് ഓൾറെഡി നല്ല തണുപ്പും മഞ്ഞൊക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ഒരു പുക വരുന്നുണ്ട് വൈറ്റ് കളറിൽ. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഈ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ശരിക്കും സ്വർഗത്തിൽ പോയ പോലൊക്കെ തോന്നിപ്പോയി. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ തന്നെ നമുക്ക് തിരുപ്പതി ലഡു വാങ്ങാനും പറ്റും കേട്ടോ. എല്ലാം കഴിഞ്ഞ് എല്ലാവരോടൊക്കെ എടുപ്പായിരുന്നു, അത്രയും വയ്യാണ്ടാവും നമുക്ക് ശരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ടിപ്പ് പറയാനുള്ളത്, എപ്പോഴും അവിടെ പട്ടുപാവാട അത്ര അലൗഡ് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ധാവണി ഓർ സാരിയൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. നമുക്കത്
അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഷോൾ വാങ്ങി അത് സെറ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ വന്നെങ്കിലും നമുക്ക് അങ്ങനെ തിരുപ്പതി ഭഗവാന്റെ ദർശനം തന്നു എന്ന് വേണമെന്നാ പറയുന്ന വെല്ലേജി പറഞ്ഞത്. കാരണം ദർശനം കിട്ടിയെന്ന് പറയാൻ പാടില്ല അത്രേ, ദർശനം നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ നമ്മളും ഹാപ്പി. ഒരുപാട് ആഗ്രഹിച്ച ഒരിക്കലും നടക്കുമെന്ന് പോലും അറിയാത്തൊരു കാര്യമാണ് നടന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ തൊട്ട് തന്നെയുള്ള വേറൊരു അമ്പലം കൂടി വിസിറ്റ് ചെയ്തിട്ട് പോന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു കോമഡി. വലിയ ഒരു പാത്രത്തിൽ ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് വേറെ പാത്രത്തിലായിരിക്കും. നോക്കുമ്പോൾ ഇത് ഇത്തിരി പോലുള്ള ഈ ചോറാണ് അവർ തന്നത്. പിന്നെ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.